അധികാരികൾക്കെല്ലാം എൻ്റെ പ്രണാമം. ആസനസ്ഥനായിക്കോട്ടെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ അഭിസംബോധന ചെയ്ത് വരുന്നു കേട്ടോ. എന്തേ വന്ന് ഒരു അപേക്ഷ സമർപ്പണത്തിനാ. അറിയില്ലേ? ബഹുമാനപ്പെട്ട മേലാധികാരിക്ക് കരുനാഗപ്പള്ളി നിയമപാലക കാര്യാലയത്തിൻ്റെ വാമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മന്മഥാലയത്തിൻ്റെ ചത്വരത്തിൽ സാർ വായിക്കും. ആ ഒരു നിമിഷം വായിക്കും സാർ. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. സാറേ ചത്വരം ചത്തിരി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ കൊടയില്ലേ? പിന്നെ മലയാളത്തിൽ പത്തിരി എന്ന് പറയല്ലേ? സാറേ നിങ്ങൾക്ക് സ്ഥലം മാറിയതാണെന്ന് തോന്നുന്നു. നിങ്ങൾ കവിയോ നോവലിസ്റ്റോ മറ്റാണോ? സാറേ ഇത് KCB ആണ്. അറിയാം. ഈ വൈദ്യുതി കാര്യാലയത്തിൽ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അപേക്ഷ തന്നെയാ. വൈദ്യുതി കാര്യാലയം തീർച്ച കുറിച്ച് ഞാൻ മറക്കും. ഇതിപ്പം സാറിനെ വിളിക്കേ, സാറിനോട് ചോദിക്കാം. ഇരിക്കട്ടോ, നിങ്ങളോട് പറഞ്ഞു ഇരിക്കും. സാറേ ഓ ഒന്നുകൂടെ വരി. എന്തേ വരി, ഒരു അത്യാവശ്യമുണ്ട്. ഞാനിപ്പോ വന്നാൽ ശരിയാവില്ലാന്ന്. അല്ല വരാണ്ട് പറ്റൂല, അതുകൊണ്ടാണ്. വരാണ്ട് പറ്റൂല. അതെ, ഇപ്പൊ വിളിച്ച ആളാരാണ്? അത് ഞങ്ങളുടെ AE ആണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഓ, അതായത് മുഖ്യാധികാരി. അതന്നെ. അതെ, മൂപ്പര് എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താ അല്ല, ഈ ഭരണഭാഷ മലയാളമായതുകൊണ്ട് അപേക്ഷ പൂർണ്ണമായും മലയാളത്തിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊണ്ടുവന്നതാ. അയ്യോ, അപേക്ഷ പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെ വേണം. അല്ല, അതങ്ങനെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാ പിന്നെ ചെയ്തു കൊടുക്കുക. ഇതൊന്ന് ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ? ഇത് മലയാളത്തിലല്ലേ? അതെങ്ങനെയാണ് പ്രശ്നം? വായിച്ചു നോക്കി. ബഹുമാനപ്പെട്ട മേലധികാരിക്ക് കരുനാഗപ്പള്ളി നിയമപാലക കാര്യാലയത്തിന്റെ വാമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മന്മഥാലയത്തിന്റെ ചത്വരത്തിൽ ഉണ്ടല്ലേ ആകാശചുംബിതമായി നിൽക്കുന്ന ചൂതപിടപം അത് ഈ മാവിന്റെ മലയാളമാണ്. ചൂതപിടപം വേരറ്റ് നിപതിക്കുമെന്ന് എന്റെ കളത്രം. ഇതെവിടെ ഈ കളത്രം എന്ന് പറഞ്ഞ സ്ഥലം? കളത്രം ഇപ്പൊ എന്റെ വീട്ടിലാ സാറേ. കളത്രം എന്ന് പറഞ്ഞ ഭാര്യ. എന്റെ ഭാര്യയുടെ കാര്യം പറയുന്നത്. ഓ, ഈ കാര്യാലയത്തിൽ രേഖാമൂലം പരാതി തന്നത് അരുണ നിറ തൂലികയാൽ ഖണ്ഡിച്ചു കളഞ്ഞു. മേലധികാരിയോട് ക്ഷീണിത സ്വരത്തിൽ എന്റെ കളത്രം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മധുരമൂറുന്ന മലയാള ഭാഷയിൽ മാത്രമേ പരാതി സമർപ്പിക്കാവൂ എന്ന് രക്ഷാധികാരി പറഞ്ഞത് ശിരസ വഹിച്ചുകൊണ്ട് അർഭകൾ കളിക്കുന്ന അങ്കണത്തിൽ. ഇതെവിടെ അറബികൾ കളിക്കുന്ന സ്ഥലം? സാറേ, അർഭകൾ എന്റെ കുട്ടികൾ കളിക്കുന്ന മുറ്റത്ത്. പാദപം വേരറ്റ് വീണാൽ അപകടമാണെന്നതിനാൽ തരുച്ഛേദനം മരം ഒന്ന് മുറിച്ചു മാറ്റുന്ന കാര്യം. 2 നാഴിക നേരത്തേക്ക് സ്വയം ഉരുകി വൈദ്യുതി വിരാമ സൂത്രം ഉരുകി തൂരിത്തരണം. സാറേ, ഇത് എന്ത് മലയാളമാണ് സാറേ ഇത്? സാറേ, അവസാനം എഴുതിയ ശ്ലോകം എന്തിനെ കുറിച്ചാണ്? സാറേ, കുറച്ച് ദിവസം മുൻപ് എൻ്റെ ഭാര്യ ശ്യാമള ഈ ഓഫീസിൽ വന്ന് മാന്യമായ മലയാളത്തിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. സാറേ, അന്ന് ഈ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർന്ന് അവളെ അധിക്ഷേപിച്ചത് പോരാഞ്ഞിട്ട് അപേക്ഷ ഇത് പോരാ, ശ്രേഷ്ഠമായ മലയാളത്തിലുള്ള അപേക്ഷ മാത്രമേ സ്വീകരിക്കൂ, എന്നാലേ നടപടി കൈക്കൊള്ളാൻ കഴിയൂന്ന് പറഞ്ഞു. അതിനാൽ എന്നാൽ കഴിയാവുന്ന മലയാള ഭാഷയിൽ ഞാൻ അപേക്ഷ എഴുതിയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് കൈക്കൊണ്ടു തരണം. ചെയ്തു തരാം സാർ. ആ ഫ്യൂസ് വരേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പോഴേ ആളെ വിടാം. പ്ലീസ് സാർ. സാറിൻ്റെ ഉറപ്പിൽ ഞാൻ പോവുക. ഞാനൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. സർക്കാർ ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ പേരും പറഞ്ഞ് ജനങ്ങളെ നെട്ടോട്ട് ഓടിക്കുന്ന ഈ പരിപാടി നിങ്ങൾ ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. മലയാള നിഘണ്ടുവിലുള്ള മുഴുവൻ പദങ്ങളും ഈ അപേക്ഷയിൽ ഉപയോഗിക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? സാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ പോലെ ഈ സാധാരണക്കാരുടെ ഇന്ന് എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് വാക്ക് ഇടക്ക് വന്നു പോയാൽ ഞങ്ങളുടെ ഇന്ന് പിഴ ഈടാക്കും പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? ഒരു തർക്കത്തിന് ഞാനില്ല. വളരെ പാവപ്പെട്ട ആളുകൾക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ട്, സുതാര്യമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഉത്തരവിറക്കിയിട്ടുള്ളത്. ഒപ്പം മലയാള ഭാഷയെ നിലനിർത്തുന്നതിനും.